സൂര്യനും എങ്ങനെയാകും ഇല്ലാതാവുക എന്നതിനെക്കുറിച്ചുള്ള പല സിദ്ധാന്തങ്ങളും നാം കേട്ടിട്ടുണ്ട്. എന്നാൽ നമ്മുടെ യൂണിവേഴ്സിന്റെ തന്നെ അവസാനം എങ്ങനെയായിരിക്കുമെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് ഇപ്പോൾ ശാസ്ത്രജ്ഞർ. പ്രപഞ്ചത്തിലുടനീളമുള്ള ഡാർക്ക് എനർജി അഥവാ തമോ ഊർജം ദുർബലമാകാൻ സാധ്യതയുണ്ടെന്നും അതിനാൽ അതൊരു വലിയ ക്രഞ്ചിൽ അവസാനിക്കുമെന്നുമാണ് പുതിയ നിരീക്ഷണം നൽകുന്ന സൂചന. പ്രപഞ്ചത്തിന്റെ ആത്യന്തിക വിധിയെക്കുറിച്ചുള്ള ഒരു സാങ്കല്പിക സാഹചര്യമാണ് ബിഗ് ക്രഞ്ച് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതിൽ പ്രപഞ്ചത്തിന്റെ വികാസം ഒടുവിൽ വിപരീതമാവുകയും ആത്യന്തികമായി കോസ്മിക് സ്കെയിൽ ഫാക്ടർ 0-ത്തിലെത്തുകയും ചെയ്യും എന്ന് പറയുന്നു. എന്നാൽ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞു മാത്രമേ ഈ വലിയ ഒരു പ്രതിസന്ധി സംഭവിക്കാനിടയുള്ളൂ. ഡാർക്ക് എനർജി സ്പെക്ട്രോസ്കോപ്പിക് വീക്ഷണത്തിൽ പ്രവർത്തിക്കുന്ന വിദഗ്ധർ ലോകത്തിന്റെ ഭാവി ഇരുട്ടായി മാറുമെന്നാണ് മുന്നറിയിപ്പ് നൽകുന്നത്. ഗവേഷണമനുസരിച്ച് പ്രപഞ്ചം അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ അത് ആറ്റങ്ങളെ രൂപപ്പെടുത്തുന്ന ഊർജത്തെ ദുർബലപ്പെടുത്താൻ സാധ്യതയുണ്ട്. ഡാർക്ക് എനർജി സ്പെക്ട്രോസ്കോപ്പിക് ഇൻസ്ട്രുമെന്റ് അഥവാ ഡെസി അതിന്റെ ആദ്യ വർഷത്തിൽ ശേഖരിച്ച ഡാറ്റ ഉപയോഗിച്ച് പ്രപഞ്ചത്തിന്റെ ഒരു ഭൂപടത്തിന് രൂപം കൊടുത്തിട്ടുണ്ട്. കൊളംബിയയിലെ യൂണിവേഴ്സിറ്റി ഡാസ് ECCIയിലെ കോസ്മോളജിസ്റ്റും മുൻ ഡെസി ടീം അംഗവുമായ ലൂസ് ഏഞ്ചല ഡാർക്ക് എനർജിയുടെ പ്രഭാവം കാലക്രമേണ കുറഞ്ഞുവരുന്നതായി സ്ഥിരീകരിച്ചു. ഡാർക്ക് എനർജിയിൽ ഉണ്ടാകുന്ന ഈ കുറവിനെ ബിഗ് ക്രഞ്ച് എന്നാണ് ശാസ്ത്രജ്ഞർ വിശേഷിപ്പിച്ചത്. മാത്രമല്ല, പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ഈ നിരീക്ഷണം സൂചിപ്പിക്കുന്നത് പ്രപഞ്ചം സാവധാനം നിലയ്ക്കുകയും ഒടുവിൽ തകരുകയും ചെയ്യും എന്നാണ്. Space.comനോട് സംസാരിച്ച ലൂസ് പറഞ്ഞതനുസരിച്ച് ഡേസിയുടെ ആദ്യ വർഷത്തെ നിഗമനങ്ങൾ സൂചിപ്പിക്കുന്നത് ശരിയാണെങ്കിൽ പ്രപഞ്ചത്തിന്റെ ത്വരിതഗതിയിലുള്ള വികാസം അവസാനിക്കുകയും ഒടുവിൽ വിപരീതമായി മാറുകയും ചെയ്യും. ഗുരുത്വാകർഷണത്തിന്റെ സ്വാധീനത്തിൽ പ്രപഞ്ചം ഒരുമിച്ച് വരാൻ തുടങ്ങും. ഇത് ഒടുവിൽ പ്രപഞ്ചം ഒരു ബിഗ് ക്രഞ്ച് സാഹചര്യത്തിൽ അവസാനിക്കുന്നതിലേക്ക് നയിച്ചേക്കാം. അതേസമയം ഈ പ്രക്രിയ തുടങ്ങുന്ന സമയം ഒരു നിരുപദ്രവകരമായ രീതിയായിരിക്കുമെന്ന് വിദഗ്ധർ പറയുന്നു. എന്നിരുന്നാലും അതൊടുവിൽ ജീവനുകളെ നശിപ്പിക്കുന്ന ഘട്ടത്തിലേക്കെത്തും. പ്രപഞ്ചത്തിന്റെ തകർച്ച തുടക്കത്തിൽ വളരെ നിരുപദ്രവമായിരിക്കും. വളരെ സാവധാനം പ്രപഞ്ചത്തിന്റെ സാന്ദ്രത വർദ്ധിക്കും. എന്നാൽ പൂർണ്ണമായ തകർച്ച മഹാവിസ്ഫോടനത്തിന് സമാനമായ സാന്ദ്രതയിലേക്ക് നയിക്കും. പക്ഷെ ഈ മാറ്റങ്ങൾ എങ്ങനെ പ്രത്യക്ഷപ്പെടും എന്നതിന്റെ മുഴുവൻ ചിത്രം വരയ്ക്കാൻ ശാസ്ത്രജ്ഞർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പ്രപഞ്ചം എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നും ഡാർക്ക് എനർജി എങ്ങനെയാണ് വലിയ തോതിലുള്ള സാർവത്രിക ഘടനയെ രൂപപ്പെടുത്തുന്നത് എന്നതിനെക്കുറിച്ചും തികച്ചും പുതിയൊരു ദർശനം മനസ്സിലാക്കാനാണ് തങ്ങൾ ശ്രമിക്കുന്നതെന്ന് കൊളംബിയയിലെ യൂണിവേഴ്സിറ്റി ഡാസ് ECCIയിലെ കോസ്മോളജിസ്റ്റും മുൻ ഡെസി ടീം അംഗവുമായ ലൂസ് പറഞ്ഞു.